ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ഇവിടെ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് വെച്ചായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മോടൊപ്പമുണ്ട്. അവർക്ക് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കൃത്യത എന്തായിരുന്നു ഇത് നടന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് പറയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്തായിരുന്നു, എപ്പോഴായിരുന്നു? ഇത് ഒരു കൃഷിസ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. റബ്ബർ തോട്ടമാണ്. അവരിവിടെ കൂവ പറിക്കുന്ന ഒരു വേനലാണ് കൂവ പറിക്കുന്ന കൃഷി ചെയ്ത് കൂവ പറിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. ആ സമയത്ത് ആന അപ്രതീക്ഷിതമായിട്ട് പെരിയാറിൽ നിന്ന് കടന്നു വരികയും ഈ ചേച്ചിക്ക് അത്യാവശ്യം ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകളുള്ള ആളാണ്. അതുകൊണ്ട് അവർക്ക് ഓടി മാറാൻ സാധിച്ചില്ല. കൂടെ ഉണ്ടായിരുന്നൊരു ചേച്ചി അത്ഭുതകരമായിട്ട് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഇവരെ തട്ടിയിട്ടിട്ട് ആന അതിക്രൂരമായിട്ട് ചവിട്ടി കൊന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു കണ്ടെത്തൽ. ഇവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു? തീർച്ചയായിട്ടും ഇവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു. എങ്ങനെ ആളുകളൊക്കെ അറിഞ്ഞത്? ആളുകൾ ഇവിടെ അടുത്ത ആളുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഓടി രക്ഷപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് അയൽക്കാരെ കൂടിയാണ് അറിയിച്ചത്. ആന ഇവിടെ ഉണ്ടായിരുന്നു? ആന ഉണ്ടായിരുന്നു. പിന്നെ അവർ ഓടി വന്ന് ബഹളം വെച്ചപ്പോഴാണ് ആന കാട് കയറിയത്. തൊട്ടുമേളിലേക്ക് കാടാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യം, തീർച്ചയായിട്ടും ഇവിടുത്തെ വനം വകുപ്പ് സ്വീകരിക്കുന്ന അനാസ്ഥ മൂലമാണ് ഇന്നീ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കേരളത്തിലെ വനം വകുപ്പിന് തന്നെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും വന്യജീവി ആക്രമണ പ്രകാരം ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മന്ത്രിയായാലും മന്ത്രിസഭകളായാലും പല പ്രഖ്യാപനങ്ങൾ നടത്തുമെങ്കിലും അതൊന്നും പരിഹാരമല്ല, നടപ്പായി കാണുന്നുമല്ല. ഇവിടെ ഒരു ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിരവധി ആളുകൾ താമസിക്കുന്ന, കർഷകർ താമസിക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ നടക്കുന്ന ഈ മരണം ഇത് ആദ്യത്തെ സംഭവമാണ്. എങ്കിലും നിരന്തരമായിട്ടുള്ള ആനശല്യങ്ങൾ ഇവിടെ ഉള്ളതാണ്. ഈ കാട്ടിൽ കയറി ഒരു വിറക് മുറിച്ചാൽ, വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ളൊരു വിറക് മുറിച്ചാൽ കൃത്യമായിട്ട് ഫോറസ്റ്റുകാർ ഓടിയെത്തും 10 മിനിറ്റുള്ളിൽ. പക്ഷേ ഈ മരണം നടന്ന് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇവിടുന്ന് 4.5 കിലോമീറ്റർ ദൂരെയുള്ള റേഞ്ച് ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ സ്ഥലം സന്ദർശിക്കാനോ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. 45 കിലോമീറ്റർ ദൂരെ നിന്നുള്ള പോലീസുകാർ ഇവിടെ എത്തി. അടിമാലിയാണ് പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഫെൻസിങ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമാണ് ഫെൻസിങ്. ഇവിടെ ഫെൻസിങ് ഒന്നുമില്ല. പൂർണ്ണമായിട്ടും ജനവാസ മേഖലയാണ്. ആന എപ്പോഴും ഇവിടെ ഉണ്ട്? ആന തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇതിന് തൊട്ടുമേളിൽ വനവും നടുക്ക് ജനവാസ മേഖലയും താഴെ പെരിയാറുമാണ്. അപ്പോൾ ഈ പെരിയാറിലേക്ക് ഈ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഒരു അവസ്ഥ നിരന്തരമായിട്ടുണ്ട്. അതിന് ശാശ്വത പരിഹാരം കാണാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ പക്കലും ഫോറസ്റ്റിൻ്റെ പക്കലും നിരവധി പദ്ധതികളുണ്ട്. പക്ഷേ ഇതൊന്നും നടപ്പാക്കാതെ ഉൾവനത്തിൽ തന്നെ ഈ മൃഗങ്ങൾക്ക് കുടിവെള്ള സംഭരണം ഒരുക്കി കൊടുക്കാനുള്ള നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളാനകളെ പോലെ അത് ആ കാട്ടിൽ മണ്ണ് മൂടി കിടക്കുകയാണ്. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ മരണം. തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരം കൃത്യമായിട്ട് നേര്യമംഗലം റേഞ്ച് ഓഫീസ് ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം. എന്തായിരുന്നാലും അത്തരത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം കൂടി നാട്ടുകാർ രേഖപ്പെടുത്തുന്നു. ഈ ഭാഗത്തു കൂടിയാണ് ആന കയറി വരികയും പിന്നീട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്ത് വെച്ച് കാട്ടാനയെ ആക്രമിക്കുകയുമായിരുന്നു. എന്തായിരുന്നാലും ഒരാൾ 65-70 വയസ്സുള്ള ഒരു ആളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശന നടപടി വേണമെന്ന ആവശ്യം കൂടി അവർ വെച്ചിരിക്കുന്നു. അതോടുകൂടി തന്നെ പ്രതിഷേധത്തിൽ നീങ്ങുകയാണ് നാട്ടുകാർ. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.